ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക്കി ഗെയിമർ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവരിൽ പല പേർക്കും അറിയില്ല എങ്ങനെയാണ് സ്വന്തമായിട്ട് ഇൻട്രോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഈസിയസ്റ്റ് മെത്തേഡാണ്. ഈ സോഫ്റ്റ്വെയർ അല്ല, വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഏത് മൊബൈൽ ഫോണിലോ നിങ്ങളെ PC-യിലോ വർക്കാകും. ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് പാൻസോയിഡ്. ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ, അതായത് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സ്ക്രീൻ റെക്കോർഡാണ്, അതിൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. ഹേ ഗൈസ്, നമ്മളങ്ങനെ സൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ സൈറ്റ് കിട്ടിയെന്ന് വെച്ചാൽ എല്ലാവരും ഓടിപ്പോയി സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇൻട്രോ ഉണ്ടാക്കാൻ നോക്കണ്ട, കാരണം അത് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല. അപ്പം നിങ്ങൾ എൻ്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നല്ല ഈസിയായി പഠിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് മേക്കർ, ബാക്ക്ഗ്രൗണ്ടർ, വീഡിയോ എഡിറ്ററിന് കാണാം. അപ്പോൾ ഇതൊന്നും അല്ലാണ്ട് നമ്മൾ ഫസ്റ്റുള്ള ക്ലിക്ക് മേക്കർ അങ്ങ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. കാണുമ്പം ഇച്ചിരി ഒരു തീരെ യൂസർ ഫ്രണ്ട്ലി അല്ലാത്ത പോലെ തോന്നുമെങ്കിലും പക്ഷേ ഇത് പഠിച്ചാൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് തന്നെ ഒന്നിൻ്റെയും ഇതൊന്ന് സ്റ്റെപ്സ് ഒന്ന് മനസ്സിലായ ഒന്നിൻ്റെ സഹായമില്ലാണ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് താഴെ കാണാം, ഇതൊക്കെ ഒരു ടെംപ്ലേറ്റ് ആണ്. ഇതൊക്കെ ടെംപ്ലേറ്റ് ആണ്. അപ്പം നമുക്ക് തൽക്കാലം ഇതെടുക്കാം. നമ്മളൊരു ടെംപ്ലേറ്റ് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി റൈറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് ഒരു കറക്റ്റാക്കി വെക്കാൻ വേണ്ടി ആ നടുക്ക് തന്നെ സ്ക്രീനിൻ്റെ ഭാഗം ഡ്രാഗ് ചെയ്താൽ മതി. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം എങ്ങനെ ഇൻട്രോ ഉള്ളതെന്ന്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഇൻട്രോ ആണ്. അഥവാ നിങ്ങൾക്ക് ഇത്ര താഴത്ത് കാണുന്ന സ്ക്രോൾ ചെയ്തൊന്നും പോരെങ്കിൽ താഴെ പോകുക. അപ്പോൾ അവിടെ ഉണ്ടാവും മോർ ക്രിയേഷൻസ് ഉണ്ടാവും, അതിൽ തന്നെ ഉണ്ടാവും ട്രെൻഡിങ്. ഇതൊക്കെ ഒരു ഗെയിമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻട്രോ ആണ്. നിങ്ങളുടെ ചാനലിൻ്റെ കണ്ടന്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ തീമിനെ പറ്റിയ ഇൻട്രോ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് എടുക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ ക്ലിക്ക് മേക്കർ എടുക്കാം. ലോഡിംഗ് ആണ്. ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ സൈറ്റ് ആയതുകൊണ്ട് നല്ല നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ഇതെങ്ങനെയാണ് ഈ സൈറ്റ് ലോഡ് ആവുന്നതെന്നൊക്കെ. അപ്പോൾ ഗൈസ്, നേരത്തെ ടെംപ്ലേറ്റിന് ഇച്ചിരി ബഗ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ടെംപ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം കാണാം, ഈ ഒരു മോഡൽ ടെംപ്ലേറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നേരത്തെ കുറച്ച് ബഗ്സ് ആയിരുന്നു, അതിൽ പേരൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. സോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ഫയൽ ഐക്കണിലാണ് ഇത് സെലക്ട് ആയി കിടക്കുന്നത്. അപ്പം നിങ്ങൾ നേരെ താഴെ വരിക, ഈ ഒരു ബ്ലോക്കിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് താഴെ ഒരു ബ്ലോക്ക് പോലത്തെ സാധനം കാണും, അത് നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് തപ്പുക, അത് താഴെയോ മുകളിലോ ഉണ്ടാവും. അത് ഓരോ ഇൻട്രോ പോലെയാണ്. നിങ്ങൾ PC ഉണ്ടെങ്കിൽ PC-യിൽ ഈ സൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഫോണിൽ ഭയങ്കര തീരെ ഒപ്റ്റിമൈസ്ഡ് അല്ലാത്ത പോലെയാണ് സൈറ്റ്. അപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ടെക്സ്റ്റ്. അപ്പം 3 എണ്ണം ഉണ്ട്. ടെംപ്ലേറ്റ് നിങ്ങൾ കാണുന്ന എഴുത്ത് ആ ടെംപ്ലേറ്റിൽ നിന്നാണ്. അപ്പം നമ്മളത് മാറ്റിയിട്ട് നൈസായിട്ട് നമുക്ക് വേണ്ടുന്ന വില കൊടുക്കാം. ഞാൻ ഈ ടെംപ്ലേറ്റ് മാറ്റിയിട്ട് മാക്സിന് കൊടുക്കുവാണ്. മാക്സിന് കൊടുത്തു. ഓക്കെ, നമ്മൾ ഒരെണ്ണം മാക്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പം നേരെ അടുത്ത ടെക്സ്റ്റ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഈ 3D ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ആ ടെംപ്ലേറ്റ് ക്ലിയർ ചെയ്തിട്ട് ആ മാക്സ് എന്ന് കൊടുക്കുക. അത് നിങ്ങൾക്ക് വേണ്ടുന്ന പേര് കൊടുക്കുക, മാക്സ്. അതിൻ്റെ താഴെയുള്ള ടെക്സ്റ്റ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ 3D ടെക്സ്റ്റ് നേരെ താഴെ വരുന്ന 3D ടെക്സ്റ്റിൽ ആ ടെംപ്ലേറ്റ് മാറ്റി അത് നമ്മളെ പേര് കൊടുക്കുക. യെസ് ഗൈസ്, അടിപൊളി, നമ്മളെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടുന്ന ഒരു നല്ല ഇൻട്രോന് വേറെ ഒരു പേര് മതി. ബാക്കിയൊക്കെ ഈ ടെംപ്ലേറ്റിലുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് നല്ലൊരു ബേസിക് ആയിട്ടുള്ള ഇൻട്രോ ആണ്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഒരുപാട് കലക്കൻ ഇൻട്രോസ് ഉണ്ട്, ഔട്ട്രോസ് എല്ലാം ഉണ്ട്. അടിപൊളി സൈറ്റാണ്. സോ ഇത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, നിങ്ങൾ വിചാരിക്കുന്ന ഇതൊക്കെ ഓക്കെ, ഇനി എങ്ങനെ എക്സ്പോർട്ട് ചെയ്യണമെന്നായിരിക്കും.
എക്സ്പോർട്ട് ചെയ്യാൻ നൈസായിട്ട് ഇപ്പോൾ നമ്മൾ ഫയൽ ഐക്കണിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നേരെ താഴെ നോക്കുക, ഒരു ഡൗൺലോഡ് ബട്ടൺ കാണും, ഡൗൺലോഡ് യുവർ വീഡിയോ. അപ്പം നിങ്ങൾക്ക് മോഡിന് കാണുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ബാലൻസ്ഡ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ട് വീഡിയോ റെൻഡർ. അപ്പം നമ്മളെ വീഡിയോ അങ്ങനെ റെൻഡർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോൻ്റെ റെൻഡറിങ് ഒക്കെ കഴിഞ്ഞ് ഇനി അത് ഡൗൺലോഡ് ആയേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ്, ഡൗൺലോഡ് യുവർ വീഡിയോ. അപ്പം നമ്മൾ ഡൗൺലോഡിംഗ് ആണ്, താങ്ക് യു ഫോർ യൂസിങ് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അപ്പോൾ ഗൈസ് നിങ്ങൾ ഇൻട്രോ ഉണ്ടല്ലോ, ബാലൻസ്ഡ് തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പം മൊബൈലിൽ ഈ സൈറ്റിനേക്കാളും പി സിയിൽ നിങ്ങൾക്ക് ഒരു പി സി ഉണ്ടെങ്കിൽ പി സിയിൽ ഈ സൈറ്റ് ഉപയോഗിക്കാനേ ഞാൻ പറയൂ. കാരണം മൊബൈലിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ സൈറ്റിൽ. അപ്പം ഇത്തിരി കൺജസ്റ്റഡ് പോലെയാണ്. നമ്മൾ ടെക്സ്റ്റൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, താഴെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഓപ്ഷൻസൊക്കെ. അപ്പം പി സി ഉണ്ടെങ്കിൽ നിങ്ങൾ പി സി തന്നെ ഈ സൈറ്റ് ചെയ്യുക, പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ആവും. മൊബൈലാകുമ്പോൾ ഇത്ര കൺജസ്റ്റഡ് ആവില്ല. അപ്പോൾ ഗൈസ് പാൻസോ ഇടുന്ന MKV ഫോമാറ്റിലായിരിക്കും ഫയൽ ഡൗൺലോഡ് ആവുന്നത്. അപ്പം അത് ചില എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിലൊന്നും സപ്പോർട്ട് ആവില്ല. അപ്പം നിങ്ങൾ ഏതെങ്കിലും MKV to MP4 കൺവേർട്ടർ ആപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ